വിപണിയിൽ എല്ലാത്തിനും വില കുതിച്ചുയരുകയാണ്. വിലവർധന ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിരിക്കുന്നത് പച്ചക്കറി വിപണിയിലാണ്. ഒട്ടുമിക്ക പച്ചക്കറികളുടെയും വില കഴിഞ്ഞ 1.5 ആഴ്ചയായി ഇരട്ടിയോളമായി. നാളികേരം, നേന്ത്രക്കായ വിലകളിലും കുതിപ്പ് തുടരുകയാണ്. ചിങ്ങമാസം പിറക്കാൻ ഇനിയുമുണ്ട് 2 ആഴ്ച. എന്നാൽ പച്ചക്കറികൾക്കും നേന്ത്രക്കായയ്ക്കുമെല്ലാം വില കുതിച്ചുയരുകയാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും മഴയുടെ കുറവ് മൂലം പച്ചക്കറി ഉൽപ്പാദനം കുറഞ്ഞത് വിപണിയിൽ കാര്യമായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, സവാള എന്നിവയുടെ വില ഒരാഴ്ച കൊണ്ട് കിലോയ്ക്ക് 30 രൂപയോളം ഉയർന്നു. അത് കണക്കോട്ടെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം മഴയുടെ കുറവുണ്ടെന്നാണ് കർണാടകക്കാർ പറയുന്നതും തമിഴ്നാടുകാർ പറയുന്നതും. വെള്ളത്തിൻ്റെ പ്രശ്നം, പിന്നെ ഇവിടെ നമ്മുടെ കൃഷിയില്ല, മൊത്തത്തിൽ വില കൂടത്തേ ഉള്ളൂ. ക്യാരറ്റിനാണ് ഇപ്പോൾ ഏറ്റവും വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ വിറ്റത് 88-90 രൂപ വിലയ്ക്കാണ് ക്യാരറ്റ് വിൽക്കുന്നത്. ഊട്ടിക്കായിരുന്നു 65, മറ്റേനാണ് 55 ഉണ്ടായിരുന്നത്. ഇപ്പം നേരെ മറിച്ച് ഇപ്പോൾ 90 രൂപയാണ് ഊട്ടിക്കാരറ്റിൻ്റെ വില. പിന്നെ കർണാടകയിലും ആണെങ്കിലും ഇപ്രാവശ്യം മഴ കുറവായതുകൊണ്ടാണ് ബീൻസിന് വില കൂടിയിരിക്കുന്നത്. ഉസൂർ ബീൻസ് ആണെങ്കിൽ അവിടെ തന്നെ 90 രൂപ വിലയാണ്. മൈസൂർ ആണെങ്കിൽ 60 രൂപ 65 രൂപ വിലയാണ്. പയർ, പാവയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്ക, പടവലം, വഴുതനങ്ങ, ചേന, ചേമ്പ്, ഇഞ്ചി അങ്ങനെ എല്ലാത്തിനും വില നാൾക്കുനാൾ ഉയരുകയാണ്. ഓണക്കാലത്തിന് മുന്നോടിയായി ഉപ്പേരിയും ശർക്കര വരട്ടിയും തയ്യാറാക്കുന്ന സമയമായതോടെ നേന്ത്രക്കായ വിലയും കുതിച്ചുയരുകയാണ്. വയനാടൻ നേന്ത്രക്കായയ്ക്ക് 58 മുതൽ 60 രൂപ വരെയാണ് നിലവിലെ മൊത്ത വ്യാപാര വില. മേട്ടുപ്പാളയം കായയ്ക്ക് 63-64 രൂപ വരെയാണ് വില. ഇപ്പോൾ ഈ ആഴ്ചത്തേക്ക് ഓണത്തിനോടനുബന്ധിച്ചുള്ള വില കൂടിയതാണ്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കിടക്കുന്നത് 58 മുതൽ 60 രൂപ വരെ വയനാടൻ കായ്ക്ക് കിടക്കുന്നത്. മേട്ടുപ്പാളയാണെങ്കിൽ അതിലും വില കൂടുതൽ 62-63 മേട്ടുപ്പാളയം മാർക്കറ്റ് കിടക്കുന്നത്. ഇപ്പോൾ ഈ ചിപ്സുകാരെല്ലാം ഹോൾസെയിലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയമാണിത്. ഒരു 15-ാം തീയതി 20-ാം തീയതി വരെ വില കൂട്ടിയിരിക്കും. പച്ചക്കറിയുടെ അത്ര വേഗത്തിലല്ലെങ്കിലും തേങ്ങയുടെ വിലയും ഉയരുക തന്നെയാണ്. ഇപ്പം 63 വരെ 62-63 വരെ വന്നിട്ടുണ്ട് ഹോൾസെയിൽ വില. മേളിലേക്ക് ഉയരാനാണ് സാധ്യത. നാളികേര മൊത്ത വ്യാപാര വില ജൂലൈ തുടക്കത്തിൽ 45 രൂപയായിരുന്നു. നിലവിൽ അത് 65 രൂപ വരെയായി ഉയർന്നു. ഒരു മാസത്തിനുള്ളിൽ 20 രൂപയുടെ വർധന. ഒരു 4-അംഗ കുടുംബത്തിന് ഒരു ദിവസത്തേക്ക് വേണ്ട പച്ചക്കറിയും നാളികേരവും ഒക്കെ വാങ്ങണമെങ്കിൽ 100 രൂപയുടെ ഒരു നോട്ട് മതിയാകില്ല. ക്യാരറ്റും ബീൻസും മുരിങ്ങക്കയുമൊക്കെ പടിക്ക് പുറത്ത് നിർത്തേണ്ടി വരും. പച്ചക്കറി വില ഇനിയും ഇങ്ങനെ ഉയരുകയാണെങ്കിൽ മലയാളിയുടെ ഓണാഘോഷത്തിന് ഇത്തവണയും ടേസ്റ്റ് കുറയും. വിഭവങ്ങളുടെ എണ്ണവും അളവുമൊക്കെ കുറയുക തന്നെ ചെയ്യും. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.